പ്രോബബിലിറ്റി തിയറിയുടെ 7ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്പിൾ റാൻഡം വേരിയബിൾസും അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബൈവേരിയറ്റ് കേസിൽ PDF, PMF കാണുന്നത്, PDF, PMF യൂസ് ചെയ്തുകൊണ്ടുള്ള മാർജിനൽ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസും കാണുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് റാൻഡം വേരിയബിൾ ബൈവേരിയറ്റ് കേസാണ് നോക്കുന്നത്. അതായത് യൂണിവേരിയറ്റ് കേസിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ബൈവേരിയറ്റ് കേസിലെ ട്രാൻസ്ഫോർമേഷനാണ്. യൂണിവേരിയറ്റ് കേസിൽ നമ്മൾ എങ്ങനെയായിരുന്നു, y എന്ന് പറയുന്നത് g(x) പറഞ്ഞൊരു ഫംഗ്ഷനാണ്, എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അത് മോണോട്ടോൺ ആണെങ്കിൽ നമുക്ക് h(y)യുടെ PDF-നെ നമുക്ക് f(x) ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് dx/dy എന്ന് കാണാമായിരുന്നു. അതായത് നമ്മൾ യൂണിവേരിയറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് h(y) എന്ന് പറയുന്നത് f(x) ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ജക്കോബിയൻ മെട്രിക്സ്. ജക്കോബിയൻ മെട്രിക്സ് അല്ല, ഇവിടെ ജക്കോബിയൻ ഡിറ്റർമിനൻ്റ് ആണ് ഇവിടെ കണ്ടിരുന്നത്. ഇതേ സാധനം തന്നെയാണ് നമ്മൾ ബൈവേരിയറ്റിൽ നോക്കാൻ പോകുന്നത്. ബൈവേരിയറ്റ് കേസ് വരുമ്പോൾ നമുക്ക് സപ്പോസ് xy, സപ്പോസ് xy has joined PDF f(xy), consider u is equal to h1 of xy. xyൻ്റെ വേറൊരു ഫംഗ്ഷൻ u എന്ന് പറയുകയാണ്, ഡിനോട്ട് ചെയ്യാണ്. v എന്ന് പറയുന്നത് h2 of xy ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജോയിൻ PDF ഓഫ് uv ആണ്. uv-യുടെ ജോയിൻ PDF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എന്ന് പറയുന്നത് h of uv is equal to f of xy into Jacobian determinant, and where j is equal to dou x by dou u, dou x by dou v, dou y by dou u, dou y by dou v. ഇതാണ് നമ്മുടെ ജക്കോബിയൻ മെട്രിക്സ്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. എന്നിട്ട് f(xy) മൾട്ടിപ്ലൈ ചെയ്യാം. f(xy) എന്നുള്ളത് യുവിൻ്റെയും വിൻ്റെയും ഫോമിലായിരിക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ജോയിൻ PDF ഓഫ് u and v കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബൈവേരിയറ്റ് കേസിലുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. Let example x and y are IID exponential distribution with mean alpha. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോയിൻ ഡിസ്ട്രിബ്യൂഷൻ f(xy) എന്ന് പറയുന്നത് തന്നിരിക്കുകയാണ്. 1/α e raised to minus x/α into 1/α e raised to minus y/α ആണ്. അല്ലെങ്കിൽ ഇതെങ്ങനെ പറയാം, 1/α² e raised to minus x plus y/α. ഇതാണ് നമ്മുടെ ജോയിൻ PDF ഓഫ് x and y. ഓക്കെ, കാരണം എക്സും വൈയും IID എക്സ്പോണൻഷ്യലാണ്. അപ്പോൾ IID എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ f(xy) എന്ന് പറയുന്നത് f(x) ഇൻറ്റു f(y) ആണ്. IID ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ f(xy) എന്ന് പറയുന്നത് f(x) ഇൻറ്റു f(y) ആണ്. പ്രൊഡക്റ്റ് ആക്കി എഴുതാം. അപ്പോൾ f(x) എന്ന് പറയുന്നത് x ഫോളോ ചെയ്യുന്ന എക്സ്പോണൻഷ്യലാണ്. അപ്പോൾ വിത്ത് മീൻ ആൽഫയാണ്.
അപ്പോൾ അതിൻ്റെ PDF 1/α e raised to minus x by alpha into 1/α e raised to y by alpha e raised to minus y by alpha പ്രൊഡക്റ്റ് ആക്കിയത് അത് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ f(x,y)യുടെ PDF ഇതാണ്. സോ നമുക്ക് സപ്പോസ് u എന്ന് പറയുന്നത് x മൈനസ് y ബൈ 2, v എന്ന് പറയുന്നത് y ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് യു, എഫ് വേണ്ട, നമുക്ക് എച്ച് ഓഫ് യു വി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് യു എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ y is equal to v എന്നുള്ള ഫോം കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് നമുക്ക് 2u plus v എന്ന് എഴുതാം അല്ലേ. അപ്പോൾ യുവിൻ്റെയും വിൻ്റെയും ഫോമിൽ എക്സിനെയും വൈനെയും നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്? ഡോ എക്സ് ബൈ ജക്കോബിയൻ മെട്രിക്സ് ആണ് അല്ലേ. ഡോ എക്സ് ബൈ ഡോ യു കാണണം, ഡോ എക്സ് ബൈ ഡോ വി കാണണം, ഡോ വൈ ബൈ ഡോ യു കാണണം, ഡോ വൈ ബൈ ഡോ വി കാണണം. ഡോ എക്സ് ബൈ ഡോ യു, എക്സ് എന്ന് പറയുന്നത് 2u plus v ആണ്. വിത്ത് റെസ്പെക്ട് യു ചെയ്യുമ്പോൾ 2 ആണ്. ഡോ എക്സ് ബൈ ഡോ വി എന്താണ്? 1 ആണ്. ഡോ വൈ എന്ന് പറയുന്നത് വി ആണ്. സോ ഡോ വൈ ബൈ ഡോ യു ചെയ്താൽ 0 ആണ്. അതുപോലെ ഡോ വൈ ബൈ ഡോ വി ചെയ്താൽ 1 ആണ്. അപ്പോൾ നമ്മുടെ ജക്കോബിയൻ മെട്രിക്സ് ജെ എന്ന് പറയുന്നത് 2 1 0 1 ആണ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ജെ 2 - 0 2 ആണ്. ഇനി അത് എച്ച് ഓഫ് യു വിയിൽ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു മോഡ് ജെ ആണ്. സോ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 1/α² e raised to minus x plus y by alpha എന്നാണ്. അപ്പോൾ നമുക്ക് x plus y എന്നുള്ളത് യുവിൻ്റെ വിൻ്റെ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തു 2u plus v ആണ്. അപ്പോൾ എക്സ് പ്ലസ് എന്ന് പറയുന്നത് എന്താവും? 2u plus 2v ആവും. അതായത് 2 × u plus v. അപ്പോൾ അത് നമുക്കിവിടെ കൊടുക്കാം. ഇതിന് പകരം 2 × u plus v by alpha into determinant of Jacobian matrix 2. അപ്പോൾ 2/α² e raised to minus 2u plus v by alpha. ഇതാണ് യു വിയുടെ ജോയിൻ PDF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നോക്കാനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ, എക്സ് ബൈ വൈ. ഇത് കുറച്ച് സ്പെഷ്യൽ കേസായിട്ട് നമുക്ക് നോക്കാം. ട്രാൻസ്ഫോർമേഷനൊക്കെ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും കുറച്ചുകൂടി സിമ്പിളായിട്ട് ഇതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അതായത് ലെറ്റ് എക്സ് ആൻഡ് വൈ ബി കണ്ടിന്യൂസ് വിത്ത് ജോയിൻ PDF എഫ് ഓഫ് എക്സ് വൈ. ദെൻ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് പ്ലസ് വൈ. അതായത് എക്സ് പ്ലസ് വൈനെ സെഡ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ക്യാപിറ്റൽ എഫ് സെഡ് ഓഫ് സെഡ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് CDF ഓഫ് സെഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് ഓഫ് സെഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ സെഡ് ആയിരിക്കും അല്ലേ. അതായത് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, let us assume
സെറ്റ് ഗ്രേറ്റർ ദാൻ 0. ഗ്രാഫ് എങ്ങനെ വരും? എക്സ് പ്ലസ് വൈ, ഇങ്ങോട്ട് എക്സും ഇങ്ങോട്ട് വൈ ആണെങ്കിൽ ഇതായിരിക്കും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. സോ സെഡ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എന്ന് പറയുന്ന ഏരിയ ഇതായിരിക്കും. നമുക്കെന്താ എഫ് സെഡ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സിൻ്റെ റേഞ്ച് നമ്മൾ -∞ ടു ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ വൈൻ്റെ റേഞ്ച് -∞ ടു ഈ ലൈന് വരെ. ആ ലൈനിൽ വൈയുടെ റേഞ്ച് ആയിട്ടാണ് പറയേണ്ടത്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെഡ് ആണെങ്കിൽ വൈ ഈക്വൽ ടു സെഡ് മൈനസ് എക്സ് ആണ്. അപ്പോൾ വൈ ഈക്വൽ ടു -∞ ടു സെഡ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഓക്കെ, ഇനി പി ഡി എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്? ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് സെഡ് ഓഫ് സെഡ് ആണല്ലേ. സോ അതെന്ന് പറയുന്നത് നമുക്ക് ലെബനീസ് റൂൾ വെച്ചിട്ട് ഈ ഒരു ഇൻ്റഗ്രേഷൻ ഫോമിനെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സെഡ് മൈനസ് എക്സ് ഡി എക്സ് ഈ ഫോമിലേക്ക് ഇടും ബൈ ലെബനീസ് റൂൾ. സോ നമുക്ക് ഈ ലാസ്റ്റ് കിട്ടിയത് മാത്രം എഴുതുകയാണെങ്കിൽ എന്താണ്? സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണെങ്കിൽ എഫ് ഓഫ് സെഡ് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഈക്വൽ ടു ആണ് -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സെഡ് വൈക്ക് പകരം സെഡ് മൈനസ് എക്സ് ഡി എക്സ്. ഇതാണ്. ഇത് തന്നെ ഇനി വൈയുടെ റേഞ്ച് വെച്ചാണ് എഴുതുന്നതെങ്കിൽ എങ്ങനെ എഴുതാം? സെയിം ആണ്. എഫ് ഓഫ് സെഡ് വൈ ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ എടുത്തതെങ്കിൽ എഫ് ഓഫ് ഇസഡ് മൈനസ് വൈ വൈ ഡി വൈ. രണ്ടും സെയിം ഇക്വേഷനാണ്. ഇനി ഇഫ് എക്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് സെഡ് മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്തായിരുന്നു? സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ. ഇതേ ഫോമിൽ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ലാസ്റ്റ് എഫ് ഓഫ് സെഡ് എന്ത് കിട്ടുമെന്ന് മാത്രം. മൈനസ് എക്സ് ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എക്സ് മൈനസ് സെഡ് വൈക്ക് പകരം എക്സ് മൈനസ് സെഡ് ഡി എക്സ്. മൂന്നാമത്തത് ഇതുപോലെ വൈ വെച്ചിട്ടും എഴുതാം. സെഡ് ഈക്വൽ ടു എക്സ് വൈ. എക്സ് വൈ എക്സ് ബൈ വൈയും വരുമ്പോൾ അവിടെ ജക്കോബിയൻ്റെ ഒരു ഫോമും കൂടെ ഉണ്ടാവും. സോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സെഡ് ബൈ എക്സ് ഡി എക്സ് ഇൻറ്റു 1/(x). സോറി 1/x അതിൻ്റെ മോഡുലസ്. ഇനി നാലാമത്തത് സെഡ് ഈക്വൽ ടു എക്സ് ബൈ വൈ. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെഡ് ബൈ വൈ മോഡ് വൈ ഡി വൈ ആണ്. ഇത് വൈ ഈക്വൽ ടു വരും. ഓക്കെ, ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എക്സും വൈയും വെച്ചിട്ട് എക്സ് ബൈ വൈൻ്റെയും എക്സ് പ്ലസ് വൈൻ്റെയും എക്സ് മൈനസ് വൈൻ്റെയും പി ഡി എഫ് എഴുതുന്ന ഇക്വേഷൻസ് ആണ്. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോവേരിയൻസ് ആൻഡ് കോറിലേഷൻ ആണ്.
കൊവേരിയൻസ് എന്താണെന്നുള്ളത് വേരിയൻസ് പറഞ്ഞ സമയത്ത് അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊവേരിയൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആയിരുന്നു. അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ഓക്കെ, കൊവേരിയൻസിൻ്റെ 1-2 പ്രോപ്പർട്ടീസൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കോറിലേഷൻ എന്താണെന്ന് നോക്കാം. കോറിലേഷൻ എന്ന് പറയുന്നത് ശരിക്കും എക്സും വൈയും 2 വേരിയബിൾസ് ആണെങ്കിൽ എക്സിൻ്റെ വേരിയേഷൻ വൈൻ്റെ വേരിയേഷന് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ കോറിലേഷൻ എക്സ് വൈയും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വേരി ചെയ്യുന്നതിനനുസരിച്ച് അതേ ഡയറക്ഷനിലാണ് വൈയും വേരി ചെയ്യുന്നതെന്നാണ് അർത്ഥം. കോറിലേഷൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വൈ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് കോറിലേഷൻ നെഗറ്റീവ് ആണെന്നുള്ളതിൻ്റെ മീനിങ്. ഇനി കോറിലേഷൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ കോറിലേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് covariance of xy divided by standard deviation of x into standard deviation of y ആണ്. Covariance of xy divided by standard deviation of x into standard deviation of y. Standard deviation എന്ന് പറയുന്നത് എന്തായിരുന്നു? Standard deviation of x എന്ന് പറയുന്നത് root of variance of x ആണ്. അതായത് root of expectation of എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അതായിരുന്നു വേരിയൻസിൻ്റെ ഇക്വേഷൻ. അതിൻ്റെ റൂട്ട് എടുക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ കോറിലേഷൻ എന്ന് പറയുന്നത് കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. വേർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയറും എക്സിസ്റ്റ് ചെയ്യണം. നമ്മൾ കോറിലേഷനെ റോ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ റോ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകോറിലേറ്റഡ് ആണ്. റോ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെങ്കിൽ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ യുവും വിയും 2 റാൻഡം വേരിയബിൾസ് ആണ് വിത്ത് കോമൺ മീൻ ആൻഡ് കോമൺ വേരിയൻസ്. എക്സ് എന്ന് പറയുന്നത് യു പ്ലസ് വിയും വൈ എന്ന് പറയുന്നത് യു മൈനസ് വി ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ശരിക്കും പറയുകയാണെങ്കിൽ എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ അല്ലേ. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? യു പ്ലസ് വി ഇൻറ്റു യു മൈനസ് വി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് യു പ്ലസ് വി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് യു മൈനസ് വി. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ, മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് യു പ്ലസ് വി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് യു മൈനസ് വി. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരിക? എക്സ്പെക്റ്റേഷൻ ഓഫ് യു സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വി സ്ക്വയർ മൈനസ് ഇവിടെ പ്രൊഡക്റ്റ് ചെയ്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് യു പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് യു മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വി ആണ് വരിക. അത് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് യു ഹോൾ സ്ക്വയർ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വി ഹോൾ സ്ക്വയർ എന്ന് വരും. നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് യു സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് യു ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വി സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വി ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ വരും. ഇതെന്ന് പറയുന്നത് എന്താണ്? വേരിയൻസ് ഓഫ് യു മൈനസ് വേരിയൻസ് ഓഫ് വി ആണ്. നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു യുവും വിയും 2 റാൻഡം വേരിയബിൾസ് വിത്ത് കോമൺ മീൻ ആൻഡ് കോമൺ വേരിയൻസ്. വേരിയൻസ് ഈക്വൽ ആണ്, ഇത് 0 ആയിപ്പോൾ അപ്പോൾ എന്തായി? കൊവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. സോ കോറിലേഷൻ റോ എന്ന് പറയുന്നത് 0 ആയി.
അതായത് അൺകോറിലേറ്റഡ് ആണ്. ഇനി കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് റോയ്ക്ക് ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും എപ്പോൾ, അതായത് -1 ലെസ് ദാൻ റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ ഇപ്പോൾ u ഈക്വൽ ടു ax പ്ലസ് ബിയും v ഈക്വൽ ടു cy പ്ലസ് ഡിയും ആണെങ്കിൽ റോ ഓഫ് xy ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റോ ഓഫ് uv ആയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് കണ്ടീഷൻ എക്സ്പെക്റ്റേഷൻ അതാണ്. നമ്മൾ കണ്ടീഷൻ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ബൈ f2 ഓഫ് വൈയും എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ f1 ഓഫ് വൈ മാർജിനൽസ്. അങ്ങനെയാണ് കണ്ടീഷന് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചത്. ഇനി കണ്ടീഷൻ എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ളത്. Let xy be two random variables defined on probability space omega fp and let h be a Borel measurable function. Then conditional expectation of h of x given y is given by expectation of h of x given y equal to summation over x h of x into probability of x equal to x given y equal to y if xy is discrete, which is equal to minus integral minus infinity to infinity h of x into f of x given by dx if xy is continuous. Okay, expectation of h of x given y എന്ന് പറയുന്നത് integral h of x into f of x given y ആണ്. അതിൽ f of x given y കണ്ടുപിടിക്കുന്നത് മുന്നേ നമ്മൾ പഠിച്ചതാണ്. f of xy by f2 of yയും f2 of y എന്ന് പറഞ്ഞാൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y ആണ്. അതുപോലെ f of y given x എന്ന് പറയുന്നത് f of xy by f1 of x where f2 of y and f1 of x greater than 0 ആയിരിക്കണം, not equal to 0 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ കണ്ടീഷണൽ മീൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്താ പറയുക, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ആണ്, അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കണ്ടീഷൻ മീൻ തന്നെയാണത്. ഇനി കണ്ടീഷണൽ വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറയുന്നത് by definition variance of x given y expectation of x minus expectation of x the whole square given y ആണ്. അതായത് expectation of x square given y minus expectation of x given y the whole square. Expectation of x square minus expectation of x the whole square എന്ന് പറയാം expectation of x square given y minus expectation of xy the whole square ആണ് കണ്ടീഷണൽ വേരിയൻസ് എന്ന് പറയുന്നത്. ഈ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ വെച്ചാണ്ട് നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിനെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കും ചെയ്യുന്ന ഈ എക്സ്പെക്റ്റേഷൻ, അപ്പോൾ ഇത് y ആയിരിക്കും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ ഓവർ y എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ y ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് y ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാം. അതായത് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈയും വൈൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷനാണിത്. അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ കാണാമെന്ന് വെച്ചാൽ സമ്മേഷൻ എക്സ് എക്സ്പെക്റ്റേഷൻ ഓഫ് y given x probability of x equal to x. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് y given x ആണ് എക്സ്പെക്റ്റേഷൻ ഓഫ് y എന്ന് പറയും.
ഇതുപോലെ തന്നെ വേരിയൻസിന് ഇക്വേഷൻ ഉണ്ട്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ പ്ലസ് ഇവിടെ വിത്ത് റെസ്പെക്ട് വൈ ആയിരിക്കും എക്സ്പെക്റ്റേഷൻ ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ. അതുപോലെ വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഗിവൺ എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ്. ഇത് രണ്ട് ഇക്വേഷൻ. ഇനി വേറൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മൾ PGF ഒക്കെ യൂസ് ചെയ്ത് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. എന്നാലും x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് n നമ്പർ ഓഫ് IID റാൻഡം വേരിയബിൾസ് ഉണ്ട്. Sn എന്ന് പറയുന്നത് സമ്മേഷൻ i ഈക്വൽ ടു 1 to n xk ആണ്. xk എന്ന് വരുന്നത്. ഓക്കെ, സപ്പോസ് എക്സൈസും എന്നും ഇൻഡിപെൻഡൻ്റ് ആണെന്നിരിക്കും. എക്സൈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. എസ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് എക്സൈസ് ആണ്. സമ്മേഷൻ ഓവർ i ഈക്വൽ ടു 1 to n. എന്നും എക്സും ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇത് വാൾസ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഇക്വേഷനാണ്. വാൾസ് ഇക്വേഷൻ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം.